നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നൊരു പുതിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ മുത്തങ്ങയിലേക്ക് പോയി. ഇവിടുന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ആയിട്ടാണ് മുത്തങ്ങയിലേക്ക്. ഇവിടെ നേരെ മുത്തങ്ങയിലേക്ക് പോയി അവിടുന്ന് ഗുണ്ടൽപേട്ട് ഗൂഡല്ലൂർ വഴി തിരിച്ച് സുൽത്താൻ ബത്തേരിയിലേക്ക് ഒരു ട്രയാങ്കിൾ ട്രിപ്പ് പോലെയാണ് നമ്മളെ പ്ലാന്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഏകദേശം 3 സംസ്ഥാനങ്ങളിൽ കവർ ചെയ്തിട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഒരു 3 സംസ്ഥാനങ്ങളിലെ കാടിലൂട്ടാണ്. ഒരു നല്ല അടിപൊളി ട്രിപ്പായിട്ട് നമുക്ക് പോയിട്ട് വരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിപ്പോൾ മുത്തങ്ങയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മളെ ജേർണി ശരിക്കും ആക്ച്വലി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ ഗുണ്ടൽപേട്ട്, അവിടുന്ന് ഗൂഡല്ലൂർ, അങ്ങനെ തിരിച്ച് സുൽത്താൻ ബത്തേരിയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു ജീപ്പ് സഫാരി, അതായത് കാട്ടിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ജീപ്പ് സഫാരി ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെർ ഹെഡ് 125 രൂപയാണ്. ഏകദേശം 1 മണിക്കൂറോളം നിങ്ങൾക്ക് കാട്ടിൻ്റെ ഉള്ളിലൂടെ പോയി മൃഗങ്ങൾ ഇതിനെല്ലാം കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടോട്ടൽ ഒരു ജീപ്പിന് ഏകദേശം 600 രൂപ. അതിനകത്ത് ഏകദേശം 7 ആൾക്കോളം ഒരു ജീപ്പിൽ പോവാം. ഒരു ജീപ്പ് ഫുള്ളായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് ഏകദേശം 600 രൂപയാണ് ആവുക. ഏകദേശം 8 മണിയായി. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. കാരണം നമ്മളിപ്പോഴത്തെ ഫോറസ്റ്റ് ആണ് ചോദിച്ചാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 12 മണിക്ക് പുലർച്ചെ 12 മണിക്ക് ആൾക്കാർ വന്നൊരു ടിക്കറ്റ് കിട്ടും. അപ്പോൾ നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ 40 ജീപ്പാണ് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ ആദ്യമേ ടിക്കറ്റ് വന്ന് എടുത്തു. നമ്മുടെ വന്ന് നമുക്ക് ടിക്കറ്റ് ഇല്ല. ഇനിയുള്ളത് 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഉച്ചയ്ക്ക് 3 മണിക്ക്. അപ്പോൾ അതിലൊരു 12 മണിയാകുമ്പോഴത്തേക്ക് ക്യൂ നിൽക്കണം, എന്നാലും ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ വരുന്നവർ മാക്സിമം രാവിലെ ഇവിടെ എത്തുവാൻ നോക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഒരു 12 മണിക്കോ ഇനിയും 5 മണിക്കെങ്കിലും ഇവിടെ എത്തണം, എന്നാലും മാത്രമേ ക്യൂ നിന്ന് ടിക്കറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന പോലെ ബൈക്കിൽ നിങ്ങൾക്ക് റൈഡ് ചെയ്യാം, അത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സഫാരി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, ഇങ്ങനെ റൈഡാണ് താല്പര്യമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ ഒരു ജേണി നിങ്ങൾക്ക് പിന്നെ പ്രിഫർ ചെയ്യാം. നമ്മൾ ആക്ച്വലി അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഇവിടത്തേക്ക് വന്നത്. നമ്മളിപ്പോൾ കേരളം കടന്നിരിക്കുകയാണ്. ഈ പാലം കഴിയുന്നതോടെ നമ്മളിപ്പോൾ കർണാടകയിലാണുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 3 സംസ്ഥാനങ്ങളിലൂടെയുള്ളൊരു യാത്ര. കേരളം കഴിഞ്ഞു, നേരെ കർണാടകയിൽ. ഇനി അടുത്തത് 3ാമത്തെ ഇത് തമിഴ്നാടാണ്. അപ്പോൾ ഇനി അടുത്തത് തമിഴ്നാട്ടിലേക്ക് കയറണം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടക സ്റ്റേറ്റിലൂടെയാണ്. അപ്പോൾ എന്തായാലും മാനിനെങ്കിലും കാണാൻ പറ്റി. വേറെ ഏതെങ്കിലും മൃഗങ്ങളെ കാണാനുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഭാഗ്യമുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്.
ഓക്കെ, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഗുണ്ടൽപേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മുത്തങ്ങ വനത്തിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് അടുത്തത് നമ്മളെ ഗുണ്ടൽപേട്ടാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇനി നമ്മളിപ്പോൾ ഇത് ഫോറസ്റ്റ് കഴിഞ്ഞോടെ ഇനി അവിടുന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഉണ്ട് ഗുണ്ടൽപേട്ടിലേക്ക്. നമ്മളെ ഫോറസ്റ്റിലൂടെയുള്ള യാത്രയിൽ നമുക്ക് എന്തായാലും കുറച്ച് ഒരുപാട് മാൻകൂട്ടങ്ങളെ എന്തായാലും കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാണ്ട് മയിൽ, കുറച്ച് ദൂരത്തുനിന്ന് മയിൽ, പിന്നെ ആനേനെ, അത് ഇത്ര അടുത്തുനിന്ന് ആനേനെ കാണാനുള്ള ഭാഗ്യം. എന്തായാലും വളരെ അടുത്തുനിന്ന് ആനേനെ റോഡ് സൈഡിൽ തന്നെ ഒരു 3 വലിയ ആനയും ഒരു ചെറിയൊരു കുട്ടി ആനയും, അങ്ങനെ ആനകളെയും കാണാൻ പറ്റി. ഇനി എന്താ അടുത്തത് ഗുണ്ടൽപേട്ട്. നമുക്ക് ഇവിടെ ഗുണ്ടൽപേട്ടിലുള്ള വഴിയിൽ കാണാം ഒരുപാട് പച്ചക്കറി വിൽക്കാൻ വെച്ചിട്ട്. ഇവിടെ ചെറിയ പൈസയുള്ള നാട്ടിനെ അപേക്ഷിച്ച് ഇവിടെ വളരെ വില കുറവാണ് എന്തായാലും. അപ്പോൾ നമ്മളിപ്പോൾ മുത്തങ്ങയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഗുണ്ടൽപേട്ടിലേക്ക്. അപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2 ഡീവിയേഷൻ ഉണ്ട്. അത് നമ്മൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഗൂഡല്ലൂർ, ഊട്ടി, അങ്ങനെ നമുക്ക് ഗൂഡല്ലൂർ, ഊട്ടിയിലൊക്കെ അതുവഴി പോവാം. പിന്നെ ലെഫ്റ്റിലേക്കുള്ളത് നമുക്ക് ഇതുവഴി നേരെ പിടിച്ച് നമുക്ക് മൈസൂരിലേക്കുള്ള റൂട്ടാണ് ഇവിടെ ലെഫ്റ്റിലേക്കുള്ളത്. അപ്പോൾ നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗൂഡല്ലൂരിലേക്ക് പോകാനാണ്. അപ്പോൾ അതുവഴി നമുക്കങ്ങ് നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാം.